ഹരിശ്രീയിൽ വന്നതിന് ശേഷമാണ് ഞാൻ സ്കിൽ ടെക്കിൽ പോയി ചേർന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ പ്രിൻസിപ്പാൾ എല്ലാവരും നിർത്തിയിട്ടും പറഞ്ഞു നോക്കിയപ്പോൾ നാളെ വരുമ്പോൾ എല്ലാവരും മുടി വെട്ടുക, താടി മടിച്ചിട്ട് വരാൻ പറഞ്ഞു. അല്ല, അവരുടെ ഡിസിപ്ലിനാണത്. അപ്പോൾ എനിക്കിങ്ങനെ താടിയുണ്ട്, ചെറുതായിട്ടിങ്ങനെ താടിയുണ്ട്. അപ്പോൾ താടി ഉണ്ടെങ്കിൽ കാണാനായിട്ടൊരു ഇതുള്ള താടിയൊക്കെ എന്നെ വളർത്തിയാണ്. വീട്ടിൽ പോയി തലവഞ്ഞിങ്ങനെ ആലോചിച്ച് ഇത് താടി പോകാണ്ടിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു ആൻസർ കിട്ടി എനിക്ക്. പിറ്റേ ദിവസം ഞാൻ വന്ന് സാറിനോട് പറഞ്ഞു, സാറേ ദയവ് ചെയ്ത് എൻ്റെ താടി കളയാൻ പറയുന്നത്. ഞാൻ ഹരിശ്രീ ട്രൂപ്പിലാണ്, ഇൻസ്പയർഡ് ട്രൂപ്പിലൊരു അംഗമാണ് ഞാൻ. അവിടെ 4 പേർക്ക് താടി മസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കൊക്കെ എഴുന്നേരും? സിദ്ദിഖ്, ലാല്, പിന്നെ ഞാൻ, അശോകൻ. 4 പേർക്ക് താടി അവിടെ മസ്റ്റാണ്. ദയവ് ചെയ്ത് സാറ് താടി പഠിക്കാൻ പറയരുത്. കാരണം വെച്ചാൽ അവിടെ നിന്ന് പ്രോഗ്രാമിന് കഴിഞ്ഞ് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാനിവിടെ ഫീസ് അടക്കണത്. അപ്പോൾ താടി കളഞ്ഞാൽ ഇവിടെ പഠിക്കാൻ വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് താടി കളയാൻ പറയരുത് സാറേ, അത് മസ്റ്റാണ് താടി അവിടെ. അപ്പോൾ സാറിങ്ങനെ ആലോചിച്ച് കിട്ടും പറഞ്ഞ് ഒരു പണി, ജോർജ് മാത്രം താടി വെച്ചു, അയാളൊരു കലാകാരനല്ലേ, അയാൾക്ക് മാത്രം ഒരു കൺസെഷൻ. ഓക്കെ, ബാക്കി എല്ലാവരും താടിയും മീശയൊക്കെ ഓടിച്ചിട്ട് വരാൻ പാടുള്ളത്. ഓക്കെ നമ്മൾ പോയി. അന്ന് തന്നെ ഈ പ്രിൻസിപ്പാൾ ഹരിശ്രീ ട്രൂപ്പിലേക്ക് വിളിക്കുകയാണ്. ഹരീന്ദ്രനെ വിളിച്ചു. ഹരീന്ദ്രനായിട്ട് അവർ ക്ലോസ് ഫ്രണ്ടാണ്. എനിക്കറിയില്ലായിരുന്നത്. ഞാനിങ്ങനെ നുണ പറഞ്ഞു വെച്ചേക്കണത്. വിളിക്കുന്നു. ഹലോ, ഹരിശ്രീ അല്ലേ? അതെ, ഹരിശ്രീ. ഹരീന്ദ്രനാ സംസാരിക്കുന്നത്. ഹരി, ഞാൻ സോമനാണ്. എന്താ സോമ, സുഖമാണ് ഇപ്പോ? സുഖം. ഞാൻ വിളിച്ചത് വേറെ ഒന്നുമല്ല. അവിടെ നിങ്ങളുടെ മ്യൂസിക് ട്രൂപ്പിലെ ജോർജ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ടോ? ഉണ്ടല്ലേ? ഈ ജോർജിന് താടി മസ്റ്റാണോ? ജോർജ് ഇവിടെ മസ്റ്റല്ല, പിന്നെയാണോ താടി? ജോർജ് പിന്നെ പിറ്റേ ദിവസം പ്രിൻസിപ്പൾ വന്നിട്ട് കണ്ടു ജോർജ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ ഇങ്ങനെ ഇടക്കിടക്ക് നോക്കിയിട്ട് ജോർജ് താടി ഇത്രയും വേണ്ട, ഒന്ന് ട്രിം ചെയ്തേക്കുന്നത്. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഈ ദിലീപ് ഒക്കെ വരുന്നത് എപ്പോഴാണ് ഹരിശ്രീയിൽ? ഞങ്ങളും ലാലും പോയതിനു ശേഷം ജോർജ് വന്നു, മച്ചാൻ വർഗീസ് ഉണ്ട്, പിന്നെ ദിലീപ് വന്നു. പിന്നെയാണ് ദിലീപ്. ഈ മച്ചാൻ വർഗീസ് ഇവിടെ വരുന്നതിന് മുമ്പ്, ഞാൻ ട്രൂപ്പിൽ കലാഭവനിലൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് നാടകത്തിലുണ്ടായിരുന്നു. കുയിലൻ്റെ നാടകം. നമ്മൾ കുയിലൻ്റെ നാടകത്തിൻ്റെ ഗ്യാപ്പിൽ 2 കളിയുള്ളപ്പോൾ കുയിലിന് 2 നാടകം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു നാടകം തീർന്നിട്ട് അടുത്ത നാടകത്തിന് എത്താനുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ, അശോകൻ, നമ്മൾ 3 പേരും. അല്ലല്ല, ആദ്യത്തെ കളി കഴിഞ്ഞിട്ട് 2ാമത്തെ കളിക്ക് ഓടിയെത്താൻ സമയം വൈകും. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞ്, നീ ഒരു പണി ചെയ്തോ, നീ ഇന്ന് നാടകത്തിൽ വരണ്ട, നീ ആ സിദ്ദിഖ് ലാലിനെ വിളിച്ചിട്ട് കുറച്ച് നേരം മിമിക്രി കളിക്കുക, അപ്പോൾ കൂടി വന്ന ഒരു അരമണിക്കൂർ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നു. സംഘാടകർ കണ്ട് നാടകം കളിക്കാൻ വേണ്ടി എല്ലാവരും നാടകം കളിച്ച് വന്നവരെ ഞങ്ങൾ മിമിക്രി ചെയ്യാൻ വേണ്ടി റെഡിയാണ്. ഇവർ പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ മിമിക്രി തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂറായി, 1.5 മണിക്കൂറായിട്ട് നാടകമായി വരുന്നില്ല. അപ്പോൾ അവിടെ മച്ചാൻ പിടിച്ച് സെറ്റ് കെട്ടാൻ വേണ്ടി, സെറ്റല്ല ഫ്രണ്ട് കെട്ടൻ. അങ്ങനെ 2 കളിയുള്ളപ്പോൾ 2 ഫ്രണ്ട് കെട്ടനുണ്ട്. അങ്ങനെ ഒരു ഫ്രണ്ട് കെട്ടൻ കെട്ടാൻ വേണ്ടിയിട്ട് മച്ചാൻ വർഗീസ് വന്നേക്കണം. അങ്ങനെ മച്ചാനെ സിദ്ദിഖൊക്കെ പരിചയപ്പെടും. അപ്പോൾ അന്ന് ഞാൻ അവിടെ കളിക്കുന്നുണ്ടല്ലോ. 2ാമത്തെ കളിക്ക് ഇവർ വരാതായപ്പോൾ 2.5 മണിക്കൂറോളം ഞങ്ങൾ കൂടി ഞങ്ങളുടെ ആവനാഴിയിലെ എല്ലാ അമ്പുകളും ഇറങ്ങിയിട്ട് ആവനാഴി കാലിയായിട്ട് ആവനാഴി ഒന്ന് ചിരിക്കണം. കോമഡി ഇല്ലെങ്കിൽ വേറെ കാര്യമുണ്ട്. ജനങ്ങൾക്ക് ഭയങ്കര കയ്യടിയും ചിരിയുണ്ട്. നമുക്കാണ് പഴയ ഐറ്റം തോന്നിപ്പോയത്. പിന്നീട് നമ്മൾ തളർന്നു. 2.5 മണിക്കൂർ മിമിക്രി കളിക്കേണ്ടി വന്നു. അവസാനം ഇവർ വന്നു കഴിഞ്ഞിട്ട് നാടകം ഇത്രങ്ങടെ ഏറ്റില്ല. ഇത്രയും ആൾക്കാർ ചിരിച്ച ആളുകൾ അങ്ങനെ ഒരു ഗുണമുണ്ട്, കുഴപ്പമാണ് മറ്റുള്ളവർക്ക്. അങ്ങനെ ചിരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഈ നാടകം ഏറ്റില്ല. അവസാനം സംഘാടകർ വന്നിട്ട് എന്നോട് പറഞ്ഞ്, ഇതിൽ നല്ല പിള്ളേരെ മിമിക്രി.